ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. പക്ഷേ ഒരു സാധു വിധവ വന്നിട്ട് 2 ചില്ലിക്കാശിട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവളിൽ വിശ്വസിച്ചു. അപ്പോൾ അത് റിസ്ക് ഫാക്ടറാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ആധ്യാത്മിക ജീവിതം പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണം നമ്മൾ. അതാണ് ഇന്നത്തെ റിസ്ക്. നോൻപ് കാലത്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണത്. കാര്യം എനിക്ക് ഇന്ന് വെളുപ്പിനാണ് കർത്താവ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ചൂടാറും മുമ്പ് നിങ്ങൾക്ക് കൈമാറുകയാണ്. കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാം റിസ്ക് ആണെന്ന്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളുടെ ഇയാളില്ലേ, ഈ ബദനിയിലെ മറിയ, ലാസൻ്റെ പെങ്ങൾ മറിയയില്ലേ, ലാസ് ഉയർത്ത് കഴിഞ്ഞ് കർത്താവിന് വലിയൊരു വിരുന്നൊക്കെ ഒരുക്കിയില്ലേ, സുഗന്ധതൈലം കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളൊക്കെ പൂശിയപ്പോൾ ശിഷ്യന്മാർ അവിടെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ പിറുപിറുക്കുന്നത് അവർക്ക് മനസ്സിലായി. ഈ ഇത്രയും കാര്യം 300 ദിനാറാണേ. ശിഷ്യന്മാർ വിചാരിക്കുക ചില സുവിശേഷങ്ങളിൽ യൂദാസിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും ഈ മത്തായി ശിഷ്യന്മാരെന്നാണ് പറയണത്. അപ്പോൾ ഈ അണ്ണന്മാർ യൂദാസിൻ്റെ സ്വഭാവമുള്ള അതേ ഈ ഒരു വിഷയത്തിൽ കർത്താവിനെ ഒറ്റപ്പെടുത്തി ശിഷ്യന്മാർ ഒറ്റക്കൈയായിരുന്നു. എന്താ കാര്യം? അത് യൂദാസ് അവരെ കൈകാര്യം ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ. കാശിൻ്റെ കാര്യം വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ഐക്യമായിപ്പോയി. ശിഷ്യന്മാരെന്നാ പറയണത്. അത് വായിച്ചേ മോളെ, 26:8. ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു, എന്തിന് ഈ പാഴ്ചിലവ്, എന്തിനീ വേസ്റ്റ്, ഈ സുഗന്ധതൈലം നല്ല വിലക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്നാണ് ഇവർ ചോദിക്കുന്നത്? ഇത് യൂദാസ് ഇറക്കി വിട്ടൊരു എക്കണോമിക്സാണ് ശരിക്കും പറഞ്ഞാൽ. അത് മറ്റുള്ളവർ ബുദ്ധിപരമായിട്ട് ഏറ്റുപിടിച്ചാൽ ഭക്തിയില്ലാത്തൊരു ബുദ്ധി ഉണ്ടാവില്ല. അവൻ ബുദ്ധിപരമായിട്ട് യൂദാസ് ശരിക്കും ഒരു സെക്കൻഡിൽ യൂദാസ് ഇവരെല്ലാം കൈകാര്യം ചെയ്ത് കാണേണ്ടതുപോലെ കണ്ട് കൈകാര്യം ചെയ്ത് അവൻ്റെ ഐഡിയയിലേക്ക് ഇവന്മാർ മൊത്തം കൊണ്ടുവന്ന് അർത്ഥം ശിഷ്യന്മാരാ. യൂദാസിൻ്റെ ഐഡിയ ആണിത്. പക്ഷെ ആ ഐഡിയ വളരെ റീസണബിളായിട്ട് അവതരിപ്പിച്ചപ്പോൾ അപ്പീലിംഗ് ആയിട്ട് മറ്റേ അണ്ണന്മാർക്കും തോന്നി. അണ്ണന്മാരെല്ലാം ഒരേ കൈയായിട്ട് പറയണം ഇതെന്ത് പരിപാടിയാണിത്. പാവത്തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ പൈസ വിറ്റ് എന്തുകൊണ്ട് ഭണ്ഡാരത്തിൽ തന്നില്ല, ഇവിടെ കൊടുത്ത് തന്നില്ലെന്നാണ് ചോദിക്കണത്. ഈ കാലെ പുഴുക്കി ചൊഴിച്ച് കളഞ്ഞതിന്. ഇത് ഇവന്മാരുടെ മനസ്സിൽ ഇരിപ്പിനെ കുറിച്ചൊക്കെ ഏറെക്കൊരു ഒരു ഐഡിയ. കാര്യം ഈ യൂദാസിനെ അണ്ണന്മാരൊക്കെ ഇപ്പം ആദ്യമായിട്ടും കാണുന്നതല്ല. മേരി പണ്ടേ കണ്ട പാർട്ടിയാണ് ഇവരൊക്കെ. കർത്താവ് എന്നെല്ലാം ലാസൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ഇവരെല്ലാവരും വരും. ഇവിടെയൊക്കെ ഓരോ സ്വഭാവവും മുഖഭാവവും എല്ലാം രീതികളെല്ലാം കാണും. പക്ഷേ അതേസമയം തന്നെ മേരി എന്താ